ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് അഗെയിൻ. സോ ഇന്ന് ഞാനൊരു പുതിയ കാര്യം ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. വി ആർ ഗോയിങ് ടു വിസിറ്റ് നെക്സ്റ്റ് സിറ്റി, വൺ ഓഫ് അതർ സിറ്റി ഓഫ് സ്വീഡൻ. ഇറ്റ്സ് കോൾഡ് ബൊറൂസ്. സോ ഇവിടുന്ന് ഗോതമ്പർക്കുന്ന് ഞാൻ വണ്ടി എടുക്കുന്നില്ല, ഒരു ബസ് ട്രിപ്പാണ്. സോ ഇവിടുന്ന് ഉള്ള ഒരു 45 to 1 hour ഉള്ളൂ. So Borås is one of the biggest city. It's not big, that big, but it's one of the good city, well-known city. Yeah. So we will come back with more updates about Borås. How was the travel experience? How was the journey through the journey? And how is the food, their culture, and about the city more and things. We will come back. So stay tuned. Please follow us. യാത്ര തുടങ്ങുകയാണ് ഗൈസ്. എവിടേക്കാണ്? ബുറൂസ്. ബുറൂസ് അല്ല കേട്ടോ, ബുറൂസ് അല്ല ഗൈസ്, ബുറൂസ് ആണ്. ജർമ്മനി പോയിട്ടാണ് നമ്പർ 100 1 hour ട്രിപ്പാണ് ഗൈസ്. സോ ഇതാണ് ബസ് സ്റ്റോപ്പ്. ഇവിടുത്തെ ഗോതമ്പർഗിലെ ഒരു സിറ്റിയിലെ ബസ് എയർപോർട്ട് ടെർമിനലിൽ എത്തും. അത് എയർപോർട്ട് ബസ്സാണ് വരുന്നത്. ഗായ്സ്, ഇതാണ് ഗോതമ്പർഗ് സിറ്റിയിലെ ഒരു ചെറിയ ഭാഗം. ഇവിടെ നിന്നാണ് ഞങ്ങൾ ബസ് കയറാൻ പോകുന്നത്. ബസ് നമ്പർ A100 ആൻഡ് ഇറ്റ്സ് കോസ്റ്റ് ഓൾമോസ്റ്റ് 110 Swedish kron per person. സോ ഇതാണ് ഇവിടെ ഗോതമ്പർഗിലെ ബുർജ് ഖലീഫ എന്നറിയപ്പെടുന്നത്. സോ വി വിൽ കം ബാക്ക് വിത്ത് മോർ അപ്ഡേറ്റ്സ്. ഇതാണ് ബുറൂസ് A400 ബസ് നമ്പർ. ഫൈനലി ഞങ്ങൾ ബസ്സിൽ കയറി ഗൈസ്. ഇത് 2 floor ബസ്സാണ്. സോ ഇവിടെ സ്റ്റാർട്ടിങ് അവർ ജേർണി. ഞങ്ങൾ ഹൈവേയിലേക്ക് എത്തി ഗൈസ്. ഇതാണ് മെയിൻ ഹൈവേ. സോ ഇവിടുന്ന് ഇപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നുള്ളത് 48 minutes ആണ്. കണ്ടോ, 48 minutes കാണിക്കുന്നുണ്ട്. ഇവിടുത്തെ ലിസബറി വാട്ടർ തീം പാർക്കിൻ്റെ വ്യൂ ആണ് റൈറ്റ് സൈഡിലാണ്. സമ്മറിൽ ഇത് ഭയങ്കര അട്രാക്ഷനാണ്. ബസ് സർവീസ് ഭയങ്കര പെർഫെക്റ്റ് ആണ്. ക്ലീൻ ആൻഡ് നീറ്റ്, നല്ല സീറ്റും. ഇവിടുന്ന് ഓൺലി കോസ്റ്റ് 111 Swedish kron per person ആണ്. പക്ഷെ എന്നാലും പുറത്താണ്, കാരണം ഭയങ്കര ക്ലീൻ, നീറ്റ്, റഷൊന്നുമില്ല. നല്ല രീതിയിൽ പോയിട്ട് വരാൻ പറ്റുന്നൊരു ട്രിപ്പാണ്. ഇവിടെ ഒരു സൈറ്റ് സീൻ തന്നെ കാണാൻ പറ്റും. കാരണം കണ്ടോ, നല്ല നാച്ചുറലായിട്ടുള്ളത്. ഇപ്പോൾ പറ്റില്ല, ഇപ്പോൾ സ്പ്രിങ് വരുന്നതേ ഉള്ളൂ. പക്ഷെ സമ്മർ ടൈമിലൊക്കെ നല്ല ഇങ്ങനെ ജസ്റ്റ് ഒരു ബസ് ട്രിപ്പ് എടുത്താൽ തന്നെ ഇവിടെ ഒരു സൈറ്റ് സീന് കണ്ട് തിരിച്ചു വരാം. സോ ഇറ്റ്സ് വർത്ത്. ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ് ഗൈസ്. ബുറൂസ് സിറ്റിയിലെത്തിയിട്ടുണ്ട് ഗൈസ്. ഇതാണ് സെൻട്രൽ സ്റ്റേഷൻ. നല്ല ബിൽഡിംഗ് ആണ് ഗൈസ്, ബ്യൂട്ടിഫുൾ. സോ ഷോ യു മോർ. യെസ് ഗൈസ്, ബൊറൂസിലെത്തിയിട്ടുണ്ട് ഗൈസ്. അങ്ങനെ ബൊറൂസ് സെൻട്രൽ സ്റ്റേഷനിലെത്തിയിട്ടുണ്ട് ഗൈസ്. ഇറ്റ്സ് ബ്യൂട്ടിഫുൾ പ്ലേസ്. സോ ഇറ്റ്സ് ഫാന്റാസ്റ്റിക്.
നോക്കൂ, ക്ലൈമറ്റ് വലിയ തണുപ്പില്ല, 9 ഡിഗ്രി ആണ്, എന്നാലും ഇറ്റ്സ് ഓക്കെ. സോ ഗൈസ്, ഫൈനലി ഇതാണ് ഗൈസ് ബുറൂസ് സിറ്റി. വലിയ സിറ്റി ഒന്നുമല്ല, ചെറിയ സിറ്റിയാണ്. And a singular photograph. സോ ഗൈസ്, ഇവിടെ ഫുള്ള് തുളിപ്സ് നട്ടിട്ടുണ്ട്. സമ്മർ ആകുമ്പോൾ ഈ തുളിപ്സ് ഒക്കെ ഇങ്ങനെ വരും, ബ്യൂട്ടിഫുൾ ആവും. ഇതൊരു മൗണ്ടെയിൻ പോലെയാണ്. മൗണ്ടെയിൻ സ്കീ ചെയ്യുന്നൊരു സ്റ്റാച്യു ഉണ്ട്, എന്താണെന്ന് അറിയില്ല, അതിൻ്റെ മുകളിൽ പോയിട്ട് വായിക്കേണ്ട വരും ഹിസ്റ്ററി. ഇതാണ് അതിൻ്റെ ഹിസ്റ്ററി. അത് ഞാൻ സ്വീഡിഷിൽ പിന്നെ ട്രാൻസ്ലേറ്റ് ചെയ്ത് തരാം. ഓക്കെ, സോ ഞങ്ങൾ വാക്കിങ് തുടങ്ങി. സിറ്റി മാക്സിമം ഒന്ന് കാണണമെന്നുണ്ട്, പക്ഷെ കുറച്ച് കോൾഡാണ്. ഞങ്ങൾ അങ്ങനെ തണുപ്പുണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് ആംഗ്ലേഴ്സ് ഒന്നും എടുത്തിട്ടില്ല, പക്ഷെ കുറച്ച് തണുപ്പുണ്ട്. എനിവേ, വി നെവർ ഗിവ് അപ്പ്. ഇതാണ് ഗൈസ് ബുറൂസ് സിറ്റി. ഇത് വലിയൊരു ക്രൗഡി ആയിട്ട് കാണുന്നില്ല ഇന്ന്, എന്തുകൊണ്ടെന്ന് അറിയില്ല, ക്ലൈമറ്റ് ഇങ്ങനെ ആയതുകൊണ്ടാണോ. പക്ഷേ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. പഴയ ബിൽഡിംഗ് ഒക്കെ ആയിട്ട് നല്ല രസമുണ്ടാകും. ഇതാണ് ബുറൂസിൻ്റെ ഓൾഡ് സിറ്റി ആണെന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റ് അറിയില്ല. പക്ഷെ ഇതൊരു കാണുമ്പോൾ ഒരു നല്ല ടൂറിസ്റ്റ് ഏരിയ പോലെ ഉണ്ട്. ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. സമ്മറിൽ പ്രോബബ്ലി ഇറ്റ് വുഡ് ബി വെരി വെരി ക്രൗഡി. ഇന്ന് അങ്ങനെ കൂടുതൽ ആൾക്കാരൊന്നും ഇല്ല ഇവിടെ. ബ്യൂട്ടിഫുള്ളാണ് ഗൈസ്, എന്ത് പറഞ്ഞാലും ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് പ്ലേസ്. ഇവിടെ നല്ലൊരു വലിയൊരു സ്റ്റാച്ചു ഉണ്ട്. ആളുടെ സ്റ്റാച്ചു ഒന്നും എനിക്കറിയില്ല. ഇവിടെ കണ്ടോളൂ, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റാച്ചു ഉണ്ട് ഇവിടെ. അവിടെ കാണാൻ പറ്റും വെള്ളത്തിൽ ഒരാൾ മുങ്ങുന്നതോ അല്ലെങ്കിൽ യോഗ ചെയ്യുന്നതോ ആയിട്ടുള്ള ഒരു സ്റ്റാച്ചു ആണ്. ഇറ്റ്സ് ബ്യൂട്ടിഫുൾ.
വാവ് ഗൈസ്, ഇതാണ് ഇവിടുത്തെ വാക്ക് എന്ന് പറയുന്നത്. It's a beautiful city guys. It's really nice. സമ്മറിന് ഇവിടെ ഭയങ്കര ക്രൗഡ് ആയിരിക്കും. അങ്ങനെ വല്ല പബ്ലിക് ഇല്ല. വീക്കെൻഡാണ്, അതുമല്ല വെതറും വലിയൊരു രസമുള്ള വെതറല്ല. ഹലോ ഗായ്സ്, അപ്പോൾ ഇതാണ് മെയിൻ സെൻറ്റർ എന്ന് പറയുന്നത്. ഇന്ന് വലിയ ക്രൗഡ് കാണുന്നില്ല, പക്ഷേ ഇറ്റ്സ് ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ്. ഇന്ന് ക്രൗഡ് പറഞ്ഞാൽ വീക്കെൻഡ് ആയതുകൊണ്ട്, പിന്നെ വെതറും അത്ര ഒരു നല്ലൊരു വെതറല്ല, അതുകൊണ്ട് ആരും അങ്ങനെ പുറത്തിറങ്ങില്ല എന്ന് തോന്നുന്നു. അതുമല്ല സമ്മർ ആയാലും പക്ഷേ ഇവിടെ ഭയങ്കര ക്രൗഡി ആയിരിക്കും, നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് ദാറ്റ്സ് ഇറ്റ്. പച്ചപ്പിൻ്റെ ഒരു കുറവുണ്ട് ഗൈസ്. അപ്പോൾ ഒരു 2 മാസം കഴിഞ്ഞാൽ ഇവിടെ നല്ല ബ്യൂട്ടിഫുൾ ആയിരിക്കും, സൺഷൈനും പച്ചപ്പൊക്കെ ആയിട്ട്. ഇപ്പം അത്ര ബ്യൂട്ടി കാണാൻ പറ്റൂല. പറഞ്ഞോ, ഇവിടെ ഒരു സ്റ്റാച്ചു ഉണ്ട് ഗൈസ്, അതെന്താണെന്ന് അറിയാം. ബുറൂസ് 1910 ഉണ്ടാക്കിയതാണ്. കുതിരവണ്ടിയുടെ സ്റ്റാച്ചു കാണുന്നു ഗൈസ്. പക്ഷെ ഇത് എന്താണെന്നൊന്നും അറിയില്ല, സ്കൾപ്ചറാണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹിസ്റ്ററിക്ക് ഇതിൻ്റെ ബാക്കിലുണ്ടോയെന്ന് അറിയില്ല. ഇറ്റ്സ് ലുക്സ് ബ്യൂട്ടിഫുൾ. ഇങ്ങോട്ടൊക്കെ ഞങ്ങൾ രണ്ടാളുടെ എടുക്ക്. ഇതാണ് ഇവിടുത്തെ ചർച്ചയാട് ഗൈസ്. പൊതുവെ സ്വീഡനിലെ ചർച്ചയാടൊക്കെ നല്ല ബ്യൂട്ടിഫുള്ളാണ്, എസ്പെഷ്യലി സമ്മറിൽ ഫ്ലവറൊക്കെ വരും. ഭയങ്കര കാം പ്ലേസാണ്. ടോപ്പ് വ്യൂയിലേക്ക് പോവുകയാണ് ഗൈസ്. കാറ്റിൻ്റെ ഇവിടെ ആകാശത്തിലേക്ക് മുട്ടുന്ന വ്യൂ ആണ് ഗൈസ്.
വരുന്നുണ്ട്. ഫിലീസിനയുടെ പ്ലേ ഗ്രൗണ്ട് കണ്ടു ഗൈസ്. അവൾ ഓടിപ്പോവുകയാണ്. പക്ഷെ ഇത് കോൾഡാണ്, നല്ല തണുപ്പുണ്ട്. Springer fram hit. Och så den foten där. Och så den handen där. Och så den andra foten där. Ada nanti kan aku ingin apa ആ sahaja. തുള്ളു 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 ഫിലു. Tulu tulu. Ada putih. ആ പോ പോ വീഴല, പിടിച്ചങ്ങ് വീഴല.
ഇതാണ് ഗായ്സ് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ചേർച്ച് ഹിയർ. പീപ്പിൾസ് നമ്മൾ നോക്കുന്നത് ലൂസിനെടുക്കണ്ട ഒരു ഫോട്ടോ. ചർച്ച കിട്ടിയാ